പ്രിയ സ്നേഹിത, ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ കരുണയ്ക്ക് യോഗ്യനല്ല ഞാൻ എന്ന സന്ദേശ പരമ്പരയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രഭാതത്തിൽ എന്നുള്ളതാണ്. ആധാരവാക്യം സങ്കീർത്തനം 30:5. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. ഒന്നുകൂടെ വായിക്കാം. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യാസമയത്ത് പല ആളുകൾക്കും വിഷമതകളുണ്ടാകും. അത് അവർ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ്. സന്ധ്യാസമയത്ത് നമ്മൾ കണക്കെടുപ്പ് നടത്തുന്ന സമയമാണ്. സന്ധ്യാസമയത്ത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ്. നാളെ എങ്ങനെയായിത്തീരുമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയമാണ്. ഇവിടെയാണ് മനുഷ്യൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യൻ പലപ്പോഴും ഏകാന്തത അനുഭവപ്പെടുന്നത്. എന്നാൽ പ്രഭാതത്തിൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ആ പ്രഭാതം സുന്ദരമായി അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇതിന് മറ്റൊരു ഇംപ്ലിക്കേഷൻ കൂടെയുണ്ട്. ജീവിത സായാഹ്നം, ജീവിതത്തിൻ്റെ അവസാന സമയം, വാർദ്ധക്യത്തിൻ്റെ സമയം. ഈ സമയത്താണ് നമ്മൾ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി എന്ന് ആലോചിക്കുന്നത്. പലപ്പോഴും പലർക്കും ജീവിതത്തിൻ്റെ ആകെത്തുക നിരാശയാണ്. ഞാൻ ഒന്നും നേടിയിട്ടില്ല, എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. പക്ഷേ സന്ധ്യയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും. മരണത്തെ സംബന്ധിച്ചാണെങ്കിൽ മരണം സങ്കടകരമാണ്. അത് വേർപാടിൻ്റെ വേദന നമുക്ക് നൽകുന്നതാണ്. അത് നമ്മുടെ സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്നതിന് തുല്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്. അവൻ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനോടുകൂടെ നിത്യമായി താമസിക്കുകയും ചെയ്യുമെന്ന മനോഹരമായ രണ്ടാം വരവിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും നമുക്കുണ്ട്. സന്ധ്യയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ട്. ഇതെഴുതുന്നത് സങ്കീർത്തനക്കാരനായ ദാവീദാണ്. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു വാസ്തവമായ കാര്യമാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത്. ദാവീദ് യഥാർത്ഥമായിട്ടും ജീവിതത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ആളായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം എന്താണ്, അനുഗ്രഹം എന്താണ്, കുറവെന്തായിരുന്നു, എന്താണ് തനിക്ക് നേടാനായത് എന്നൊക്കെ വളരെ വളരെ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തീർച്ചയായും നമുക്കും അത്തരമൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഓരോ ദിവസത്തെയും നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തിൻ്റെ ചിരികൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഓരോരോ നല്ല സമയങ്ങളും നമ്മൾ ഓർത്തു വെക്കണം. ജീവിതത്തിലെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ നമ്മളെ എന്നും നയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാവീദിന് ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. മരണവും ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ജീവിത പരിചയം അവനെ സൂചിപ്പിച്ചിരുന്നു. മരണവും ജീവിതവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം മരണം എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നമ്മൾ തന്നെ പറയുന്നതാണ്. ഇനി സമയമായി, ഞാൻ സംതൃപ്തനാണ്, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ നിറവേറിക്കഴിഞ്ഞു, ഇനിയും ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുന്ന ഇടത്താണ് മരണത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ മരണം നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ജീവിത പരിചയം കൊണ്ടാണ് ദാവീദിന് അത് സ്വീകരിക്കാനായത്. തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മത്തിന്മകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി അതിനെ സന്തോഷപൂർവമായി കാണുമ്പോൾ നമ്മളും അത്തരത്തിൽ ജീവിത പരിചയം കൊണ്ട് ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ
തയ്യാറാകുന്നവരായിത്തീരും. 1 ശമൂവേൽ 20:3 ദാവീദ് പറയുന്നു, എന്നാൽ യഹോവയാണ്, നിന്നാണ്, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേയുള്ളൂ എന്ന് സത്യം. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. എന്താണ് ദാവീദ് പറയുന്നത്? എന്നാൽ യഹോവയാണ്, നിന്നാണ്, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. എനിക്കും മരണത്തിനും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ദാവീദിൻ്റെ ജീവിത പരിചയത്തിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞ ഏറ്റവും വലിയ ജീവിത യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷമാക്കി കാണാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്കും മരണത്തിനും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ഈ നിമിഷം ഞാൻ യാത്ര പറഞ്ഞു പോകേണ്ടി വന്നാൽ എൻ്റെ സ്നേഹം ഞാൻ എത്രമാത്രമാണ് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തത്. ഞാൻ അവരോട് ദേഷ്യവും സങ്കടവും കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഒപ്പമുള്ളവർക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നെക്കുറിച്ച് അവർക്കൊത്ത് ഓർത്തു വയ്ക്കാനുള്ളത് എന്തായിരിക്കും? ഞാൻ ജീവിതത്തിൽ എന്താണ് നേടിയിട്ടുള്ളത്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊപ്പമുള്ള മനുഷ്യർ എന്തായിരിക്കും പറയുക? ആ മനുഷ്യൻ നല്ലതായിരുന്നു, അയാൾ സ്നേഹമുള്ളവനായിരുന്നു, അയാൾ മാതൃകയുള്ളവനായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ജീവിതത്തിനും മരണത്തിനും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ചില ആളുകൾ എത്ര ക്രൂരമായിട്ടാണ് കൂടെയുള്ളവരോട് ഇടപഴകുക, എത്ര മോശമായിട്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് പറയുക, എത്ര മോശമായിട്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തെ ധാർഷ്ട്യത്തിനും ധാരാളിത്തത്തിനും മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നതിനും അടിച്ചു താഴ്ത്തുന്നതിനും അവരുടെയൊക്കെ കഴിവുകൾ നന്മയും തിരിച്ചറിയാതെ പോകുന്നതും എത്ര ക്രൂരമായ കാര്യമാണ്. ഒരു പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിനും മരണത്തിനും തമ്മിൽ ഒരടി അകലമേ ഉള്ളൂ എന്നുള്ള ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയുവാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എത്രമാത്രം സന്തോഷം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞേനെ, എത്രമാത്രം നന്മ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞേനെ. അങ്ങനെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷവും നന്മയും കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന മനോഹരമായ പ്രതികരണങ്ങൾ, അവരുടെ സ്നേഹം, അവരുടെ കരുതൽ, അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം ധന്യമായി തീർന്നേനെ. പ്രിയ സ്നേഹിത, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ അറിവിതാണ്, എനിക്കും എൻ്റെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. രോഗവും ദുഃഖവും ഒക്കെ മരണത്തിൻ്റെ ദൂതന്മാരാണ്. അവ നമ്മളെ ഏത് നിമിഷവും കവർന്നെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. മരണവും ജീവനും തമ്മിലുള്ള തിരിച്ചറിവാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അറിവ് നമ്മളെ നന്മയുള്ളവരാക്കി തീർക്കും. ആ അറിവ് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ജീവിതം മുഴുവൻ അയ്യോ അങ്ങനെ ആയല്ലോ, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, കഷ്ടപ്പെട്ട്, പരിഭവം പറഞ്ഞ്, പായാരം പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ തന്നെ കുറച്ച് കാണുന്നവരായി നമ്മൾ മാറും. നമ്മെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റും. കാരണം മരണത്തിനും എനിക്കും തമ്മിൽ ഈ ഉള്ള ഒരടി അകലത്തിൽ ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളപ്പോൾ നമ്മൾ നേടിയതൊന്നും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, നമ്മൾ ആർജിച്ചതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മൾ നേടിയെടുത്തതൊന്നും നമ്മളുടെ അഭിമാനമല്ല. അപ്പോൾ നമ്മൾ പറയും, ദൈവമേ നിൻ്റെ കരുണയാണ്, നിൻ്റെ സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയും, ദൈവത്തെ നനയ്ക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ ദൈവത്തെ മുൻനിർത്തി കാണാനിടയാകും. അത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരും. ദൈവം
മരണവും ദുഃഖവും കൊണ്ടുവന്ന് നമ്മളെ തകർക്കുക എന്നുള്ളത് ദൈവ പദ്ധതിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ത്, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ഒരടി അകലത്തിൽ ഞാൻ നിലനിന്നത്, ജീവിച്ചത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക, കർത്താവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ലായിരുന്നു. കർത്താവേ, ഈ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ലായിരുന്നു. കർത്താവേ, നിൻ്റെ കരുതലിന് ഞാൻ യോഗ്യനല്ലായിരുന്നു. നന്ദി നിൻ്റെ നടത്തിപ്പിന്, നിൻ്റെ കാവലിന്, നിൻ്റെ പിന്തുണയ്ക്ക്, നിൻ്റെ കരുതലിന്. അസാധ്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിൻ്റെ കരങ്ങളിൽ നീ എന്നെ താങ്ങിയതിന്, കൈ പിടിച്ച് നടത്തിയതിന് നമ്മൾ ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരായിരിക്കും. മറ്റൊരു ജീവിത യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയല്ല നമ്മളെ തകർത്ത് കളയുക, മരണത്തിലൂടെ ഇല്ലാതാക്കുക, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവൻ്റെ പ്രസാദമോ ജീവാന്ത്യത്തോളമുള്ളത് എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ പ്രസാദം ജീവൻ്റെ അന്ത്യത്തോളം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കാവൽ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സുരക്ഷ, അത് ജീവാന്ത്യത്തോളം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ്റെ കോപം ക്ഷണനേരം മാത്രം. നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് സങ്കടം സമ്മാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് ഇഷ്ടക്കേട് തോന്നിയേക്കാം. എൻ്റെ വഴിയിൽ നിന്ന് അവൻ മാറിപ്പോയല്ലോ എന്നോർത്ത് ദൈവം സങ്കടപ്പെട്ടേക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ ദൈവം നമ്മളെ തകർത്തു കളയുന്നില്ല. ദൈവം പറയുന്നു, എൻ്റെ പ്രസാദം ജീവാന്ത്യത്തോളമുണ്ട്. നിന്നെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. പക്ഷെ നീ എൻ്റെ അടുത്തേക്ക് വരാൻ, എന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. മരണം യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ അനന്തരഫലമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നമ്മൾ മരണപ്പെട്ടു പോകണമെന്നുള്ളത് ദൈവേഷ്ടമല്ല. മരണം എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്? പാപത്തിൻ്റെ ഫലമായിട്ടാണ്. ഏദനിൽ ദൈവം നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ആദമിനോടും ഹവ്വയോടും പറഞ്ഞപ്പോൾ അവർ അനുസരിക്കാതിരുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് വേർപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പാപത്തിൻ്റെ ഫലമാണ്. അത് ദൈവ പദ്ധതിയല്ല. നമ്മളെ ഒറ്റപ്പെടുത്താനും വേദനപ്പെടുത്താനുമുള്ളത് ദൈവേഷ്ടമല്ല. നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സങ്കടങ്ങളും ഓരോ പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നത് ദൈവം നമുക്ക് വേണ്ടി തരുന്നതല്ല. പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്തിനാണ് ദൈവം എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം എന്നോട് ചെയ്യുന്നത്? ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. ഇത് പാപത്തിൻ്റെ അനന്തരഫലമാണ്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് അതാണ് വാഗ്ദത്തം പറയുന്നത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് പാർത്തേക്കാം, എന്നാൽ നമുക്കൊരു സുപ്രഭാതമുണ്ട്. നമ്മൾ ഉറങ്ങി എണീക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ സുപ്രഭാതത്തിൽ ആനന്ദഘോഷം നമുക്കുണ്ടാകും. ഒരു പക്ഷേ മരണം താൽക്കാലികമാണ്. അത് താൽക്കാലികമായ ഒരു ഉറക്കം പോലെയാണ്. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു പുതിയ പ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മനോഹരമായൊരു ദിവസം നമുക്കായി കാത്തിരിക്കുന്നു എന്ന് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണമുണ്ടാക്കുന്ന വേർപാടിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് പുതിയ ദിവസത്തിൻ്റെ ആഗമനത്തെ വിളിച്ചറിയിക്കുന്നു. സന്ധ്യയിലെ ഈ സങ്കടങ്ങൾ ഒരു പുതിയ ദിവസം നമുക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല. അവിടോടുകൂടി എല്ലാം തീരുകയല്ല. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ജീവിതത്തിൻ്റെ ആരംഭമാണ് മരണം. അത് പ്രതീക്ഷയുടെ തുടക്കമാണ്. അത് പ്രത്യാശയുടെ ആരംഭമാണ് എന്ന് പറയുകയാണ്. അതൊരു പുതിയ ദിവസത്തിൻ്റെ തുടക്കമാണ്, സങ്കടത്തിൻ്റെ അവസാനമല്ല. ഓരോ
നിശ്ചിതമായ രാത്രിയുടെയും കണ്ണുനീരിൻ്റെയും അവസാനം അത് സൂചിപ്പിക്കുന്നു. അതായത് ഓരോ സന്ധ്യയ്ക്കും നമുക്ക് സങ്കടം വരുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ എന്നേക്കും അവസാനിക്കാൻ പോകുന്നു എന്നാണ്. ഈ ലോകത്തിൻ്റെ പാപം നിറഞ്ഞ ലോകത്തിൻ്റെ കഷ്ടതയും പ്രയാസവും ദുരിതവും ഇവിടെ അവസാനിക്കുന്നു. ഇനിയും നമുക്ക് കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും ദുരിതത്തിലും ഒറ്റപ്പെടലിലും ജീവിക്കേണ്ടതില്ല എന്നുള്ള ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രത്യാശയെ ഓർക്കാൻ ഈ സന്ധ്യ, ഈ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് പ്രതീക്ഷയുടെ തുടക്കമാണ്, പ്രത്യാശയുടെ നന്മയാണ്, നമ്മളെ ഓരോ നിമിഷവും ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദാവീദ് തിരിച്ചറിഞ്ഞതുപോലെ ജീവിതത്തിനെക്കുറിച്ചുള്ള ഈ നന്മകൾ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദ് യാഥാർത്ഥ്യ ബോധം ഉള്ളവനായിരുന്നു. ഇനി സൂര്യൻ്റെ കിരണം ആസ്വദിക്കാനുള്ള ആഹ്വാനം മനുഷ്യനും ജീവജാലങ്ങൾക്കും അത് നൽകുന്നു. ഒരു സൂര്യോദയമുണ്ടാകുമ്പോൾ ആ സൂര്യോദയത്തിൽ നമുക്ക് നന്മയുണ്ടാകും, നമുക്ക് നല്ല ജീവിതമുണ്ടാകും, പ്രതീക്ഷകളുണ്ടാകും. ഇരുട്ട് മാറിയിരിക്കുന്നു, ഇനി എനിക്ക് സന്തോഷമായി നടക്കാം, എനിക്ക് മുന്നിൽ ചതിക്കുഴികളില്ല, കെണികളില്ല, ഒറ്റപ്പെടുത്തലുകളില്ല എന്ന് തിരിച്ചറിയാനും ജീവിതത്തെയും പ്രകൃതിയെയും മനോഹാരിതയും ആസ്വദിക്കുവാൻ സമയമായി എന്നുകൂടി ഈ സന്ധ്യ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സൂര്യകിരണം ആസ്വദിക്കാനുള്ള, അല്ലെങ്കിൽ ഉദയസൂര്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നന്മയെ, അവൻ്റെ സാമീപ്യത്തെ, അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള മനോഹരമായ ദിവസം നമുക്ക് മുന്നിൽ ആരംഭിക്കാനിരിക്കുന്നു എന്ന് ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 2, വേർപെടൽ നമ്മൾ നിരാശയുടെ നിഴൽ പരത്തുന്നു. ഹൃദയത്തിൻ്റെ ഇരുട്ട് പകരുന്നുവെങ്കിൽ കണ്ണുനീർ വിരിയുന്നു. വേർപെടൽ നമുക്ക് നിരാശയുടെ അനുഭവമാണ് പലപ്പോഴും സമ്മാനിക്കുന്നത്. അങ്ങനെയാണ് മരണത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ നമ്മൾ മരണത്തെ നോക്കിക്കണ്ടാൽ, ജീവിത സായന്തനങ്ങളെ നോക്കിക്കണ്ടാൽ അത് നമ്മിൽ കണ്ണുനീർ നിറയ്ക്കും. ഇങ്ങനെ കണ്ണുനീർ നിറയുന്നത് അത്ര സന്തോഷകരമായ ഒരനുഭവമല്ല. ഒരിക്കലും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുമ്പോൾ, ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ, ദൈവം നടത്തിയ സംരക്ഷണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണീര് നിറയാൻ പാടില്ല. കാരണം അവൻ അത്ഭുതകരമായി, അവൻ്റെ നീതിയുടെ വലം കയ്യിൽ നമ്മെ താങ്ങി, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ അടുക്കാതെ അവൻ കാവലായിരുന്നു. മിഖായേലായി അവൻ നമുക്കൊപ്പം സഞ്ചരിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അഗ്നിച്ചൂളയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ താങ്ങായി, കരുതലായി, കാറ്റായി, തണലായി, ശ്വാസമായി, തലോടലായി കർത്താവ് നമുക്ക് കാവലുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പാപവും രാത്രിയും ദുഃഖവും മരണവും ഇനി ഉണ്ടാകുകയില്ല. ആ പുതിയ ഹൃദയത്തിൽ, ഒരു പുതിയ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, ഇനി രോഗവും ദുഃഖവും മരണവും മുറവിളിയും ഉണ്ടാകുകയില്ല. അവൻ തന്നെ അവൻ്റെ കണ്ണുകളിലെ കൈകൊണ്ട് നമ്മുടെ കണ്ണിലെ കണ്ണീർ തുടയ്ക്കും. വെളിപ്പാട് 21:4 പറയുന്നു, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരെല്ലാം തുടച്ചു നീക്കും എന്ന് പറയുകയാണ്. രോഗവും ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ള 7 അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലാണ് ഈ മനോഹരമായ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാനായുക. എല്ലാ ബന്ധനത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, രോഗമുണ്ടാക്കുന്ന വേദനയിൽ നിന്നും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും രോഗക്കിടക്കയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, നമ്മുടെ ജീവിത സാഹചര്യത്തെ കുറ്റപ്പെടുത്തി കഴിയുന്നുണ്ടോ? അവരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, എന്നും നിങ്ങളെ നരകയാതനയിലിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മുന്നിൽ അവനൊരു സൂര്യപ്രഭയായി ഒരു പുതിയ ജീവിതമുണ്ടാക്കും. ആ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണം. അപ്പോൾ നമുക്ക് ജീവിതത്തോട് നന്ദി പറയാൻ കഴിയും. നമ്മളെ താങ്ങിയവരോട്, നമ്മളെ പരിചരിച്ചവരോട്, നമ്മളോടൊപ്പം നിന്നവരോട്, നമ്മളെ കരുതിയവരോട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും നമുക്ക് നന്മയോടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രയാസത്തോടു കൂടിയല്ല, കർത്താവിൻ്റെ കരങ്ങളിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് കർത്താവ് ഉയർക്കുന്ന ആ നല്ല നാട്ടിൽ എന്നും ഞാൻ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ജീവിതത്തെ നേരിടും,
എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നമുക്കൊരിക്കലും ജീവിതത്തെ നിരാശയായി കാണാൻ സാധിക്കുക ഇല്ല. എല്ലാ ബന്ധനത്തിൽ നിന്നുമുള്ള വിടുതൽ നമുക്കുണ്ടാകും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കും. അവിടെ ആരും നമ്മളെ കീഴടക്കിയെന്നോ ആരും നമ്മളെ കളിയാക്കിയെന്നോ ആരെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയെന്നോ ഒരു ചിന്തയ്ക്ക് യാതൊരു കാര്യവും ഉണ്ടാകുകയില്ല. സങ്കീർത്തനം 126:1-2 പറയുകയാണ്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വ പ്രതീക്ഷയിൽ ഞങ്ങളുടെ വായിൽ ചിരിയുണ്ടാകും, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറയും. നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ കാണും, കർത്താവിനെ നമ്മൾ എതിരേൽക്കും. അവൻ്റെ സ്നേഹവും അവൻ്റെ പരിലാളനയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അന്നേരം നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ ഈ സ്നേഹത്തിന് എനിക്ക് യോഗ്യതയില്ലായിരുന്നു, നിൻ്റെ ഈ കരുണയ്ക്ക് എനിക്ക് യോഗ്യതയുണ്ടായിരുന്നില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം 31-15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണും അടക്കിക്കൊള്ളുക. പ്രിയ സ്നേഹിത, ഇന്നത്തെ ജീവിത ദുഃഖങ്ങളെ ഓർത്ത് കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും, അവർ ശത്രുവിൻ്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിൻ്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഈ വാക്യം പറയുന്നത്? കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണും അടക്കി വയ്ക്കുക. ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധികളിൽ നിരാശയുടെ അനുഭവത്തെ മാറ്റിവെക്കുക. കാരണം പ്രതീക്ഷയുടെ ഒരു സൂര്യോദയം നമുക്ക് മുന്നിൽ ഉണ്ടാകാൻ പോകുകയാണ്. സകല രോഗോപശാന്തിയോടും കൂടി കർത്താവ് നമുക്ക് മുന്നിൽ ഉയർന്നു വരാൻ പോവുകയാണ്. ഇനിയും കർത്താവ് പറയുന്നതാണ്, അവൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഞാൻ നൽകും, അവൻ്റെ ശത്രുവിൻ്റെ ദേശത്ത് നിന്ന് നിന്നെ മടക്കിക്കൊണ്ടുവരും, പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വമുണ്ടാകും എന്ന് കർത്താവ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ദൈവം നമ്മളെ നടത്തിയതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം, ദൈവം നമുക്ക് നൽകിയ കരുതലിനെക്കുറിച്ച് ഓർക്കാം. അപ്പോൾ നിനക്കും എനിക്കും ഇപ്പോൾ പറയാൻ കഴിയുമോ, കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് ഞാൻ യോഗ്യതയില്ല, നിൻ്റെ കരുണയ്ക്ക്, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യതയുണ്ടായവരായിരുന്നില്ല, എങ്കിലും നന്ദി, നിൻ്റെ കരുതലിന്, നിൻ്റെ സ്നേഹത്തിന്, നിൻ്റെ കൃപയ്ക്ക്, നിൻ്റെ വഴി നടത്തലിന്, നീ ഒപ്പം നടന്നതിന്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കും ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ എന്ന് നമുക്ക് പറയാനാവുമോ? എങ്കിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെയും നമ്മുടെ ജീവിതത്തിൻ്റെ കരുണയെയും നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളെയും കുറിച്ച് എണ്ണി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, അവനോട് നന്ദി പറയുവാൻ നമുക്ക് കഴിയും. കർത്താവെ, പ്രാർത്ഥിക്കാനാവുമോ? നീ കരുണയ്ക്ക് ഞാൻ ഉള്ളവനായിരുന്നില്ല കർത്താവെ, നീ നടത്തിയത്, നീ സംരക്ഷിച്ചത്, നീ കരുതിയത് ഞാൻ ഓർക്കുന്നു. ഇനിയും എൻ്റെ അവശേഷിക്കുന്ന നിമിഷങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. എൻ്റെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരടി ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിന്നിൽ ധന്യമാക്കി തീർക്കാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ എന്നെ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. പ്രത്യാശയുടെ ഒരു തിരിനാളമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ സന്ദേശം പകർന്നു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് മടങ്ങി വരിക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇനിയും കാണുന്നതുവരെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.